കേരളം ഇസ്ലാമോഫോബിയയുടെ നാടാകണമോ? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെറുപ്പിൻ്റെ പാഴ്ക്കനി വിളയണമോ? ഏവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുവാനും പടർത്തുവാനും സംഘടിതമായ ശ്രമങ്ങൾ അനേകം പല വിധത്തിൽ നടന്നു വരികയാണ്. ഞാൻ ഇത് അല്പം പരാമർശിച്ച 1-2 വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെയും വളരെ കടുത്ത പ്രതികരണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ എനിക്ക് കൈക്കൂലി തന്നതുകൊണ്ടാണ് അവരുടെ ഭാഗം ചേർന്ന് ഞാൻ സംസാരിക്കുന്നത് എന്ന സൂചനയല്ല, പരസ്യമായ ആക്ഷേപം എനിക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആക്ഷേപം ലഭിച്ചതുകൊണ്ട് നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രം പരിശോധിച്ചിട്ടുള്ളവർക്കറിയാം, സത്യത്തെ സാക്ഷീകരിക്കുന്നത് ഒരു കാലത്തും ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നില്ല. അതെപ്പോഴും നഷ്ടക്കച്ചവടം തന്നെയാണ്. ഞാൻ പണ്ട് വീഡിയോ വായിച്ചൊരു പുസ്തകത്തിലെ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ബെയറിംഗ് വിറ്റ്നസ് ടു ട്രൂത്ത് ഇസ് എ ലോൺലി ജേർണി ദറ്റ് വൈൻഡ്സ് ഇറ്റ്സ് വേ അപ്പ് ദ മൗണ്ടൻ പാത്ത് അറ്റ് ദ ടോപ്പ് ഓഫ് വിച്ച് ദെയർ സ്റ്റാൻഡ്സ് ദ ക്രോസ്. ഞാൻ മലയാളത്തിലോട്ട് അത് പരിഭാഷ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ പ്രകടമാണല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യത്തെ സാക്ഷീകരിക്കുക എന്നത് അപകടം നിറഞ്ഞ ഒരു കടമ തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലും 3 വെടിയുണ്ട നുഴഞ്ഞു കയറിയത് ദൈവം സത്യമാണെന്നും സത്യം തന്നെയാണ് ദൈവമെന്നും, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കള്ളം ഏറ്റുപാടാൻ ഞാൻ സന്നദ്ധനല്ല എന്നും, ഞാൻ അറിയുന്ന സത്യമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അറിയാവുന്ന വഴിയല്ല നാം സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയയുടെ വിഷവാതകം ഈ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നത്? നാം സാമാന്യ ബുദ്ധിയുള്ളവർ, സതുദ്ദേശമുള്ളവർ, മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവർ സഹകരിച്ച് ചെറുത്ത് പരാജയപ്പെടുത്തണമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ 1-2 വശങ്ങൾ മാത്രം ഇവരുമായി പങ്കിട്ടുകൊള്ളട്ടെ. നമുക്കിങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി തുറന്ന് ചിന്തിക്കുവാനുള്ള ഒരു വേദിയായി ഇതിനെ ഉയർത്തണമെന്ന്, പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊന്നും എൻ്റെ അഭിപ്രായം ആധികാരികമായ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ചില ചിന്തകൾ, ചില കരുതലുകൾ, എന്നെ സ്വാധീനിക്കുന്ന, ചിലപ്പോൾ എന്നെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നു. അതിനുശേഷം നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ഞാൻ കാതോർത്തിരിക്കുന്നു. അങ്ങനെയാണ് നാം മുൻപോട്ട് ഇന്നുവരെ സഞ്ചരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇസ്ലാമോഫോബിയ, ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഫോബിയ എന്ന വാക്ക്, അതിൽ തന്നെ ഒരു സൂചനയുണ്ട്. അത് യുക്തിരഹിതമാണ്. ഓൾ ഫോബിയാസ് ആർ ഇറാഷണൽ. ചിലർക്ക് വെള്ളം കണ്ടാൽ, ചിലർക്ക് പല്ലിയെ കണ്ടാൽ, ചിലർക്ക് പാറ്റയെ കണ്ടാൽ, ചിലർക്ക് എറുമ്പിനെ കണ്ടാൽ വലിയ പേടി. ഒരു പല്ലിയെ കണ്ടാൽ നിന്ന് വിറയ്ക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാറ്റയെ കണ്ടാൽ ശബ്ദം പോയി നിശ്ചലമായി ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ വാവ സുരേഷ് പോലെയുള്ള ഒരു വ്യക്തി നാം കണ്ടാൽ ഞെട്ടി വിറയ്ക്കുന്ന വലിയ വലിയ പാമ്പുകളെ, രാജവെമ്പാല പോലെയുള്ള കൊത്തിയാൽ ഉടനെ മരിക്കുന്ന, ജീവൻ അപകടത്തിൽ വരുത്തുന്ന പാമ്പുകളെ നിർഭയമായി കൈകാര്യം ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ വാവ സുരേഷിനോട് ചോദിച്ചാൽ പറയും, പ്രശ്നം പാമ്പ് മാത്രമല്ല, പാമ്പിനെ കണ്ടാൽ പേടിച്ചു തൂറുന്ന, വേവുവെള്ളം തൂറ്റുന്ന, അത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രയോഗമായതുകൊണ്ട് ഞാൻ പ്രയോഗിക്കുകയാണ്. അത്ര സാംസ്കാരികമായ
തേനൂറുന്ന ഒരു പ്രയോഗമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും അപ്പോൾ പാമ്പിനെ കണ്ട് ഇങ്ങനെ ഞെട്ടി വിറയ്ക്കുന്ന ആ ഒരവസ്ഥയിൽ പാമ്പിനും അങ്ങനെ വിറച്ച് നിൽക്കുന്നയാളിനും തുല്യമായ പങ്കുണ്ടെന്ന് ബാബ സുരേഷിനറിയാൻ നമുക്കറിഞ്ഞുകൂടാ. അതിനകത്തെ പ്രശ്നം നമുക്ക് ആ പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാം ഞെട്ടി വിറയ്ക്കുന്നു, അല്ലെങ്കിൽ ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് അതിനെ ഒന്നിൽ കൊല്ലണമെന്ന് പറയുന്നു, അതിനെ പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടണമെന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ സമീപനം. അപ്പോൾ ഫോബിയ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ, ആശയത്തിൽ തന്നെ അതിൻ്റെ അപകടവും സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമോ ഫോബിയ മുസ്ലിങ്ങളെ പറ്റി സംഘടിതമായി അവരൊരു മതക്കൂട്ടം അല്ലെങ്കിൽ സമൂഹം എന്ന നിലയിൽ അവരെ പറ്റി അപഖ്യാതി പറഞ്ഞുണ്ടാക്കണമെങ്കിൽ അതിനിറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് മാനസികമായ രോഗമുണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമോ ഫോബിയ ഈ ഫോബിയ ഇസ്ലാം വിശ്വാസികൾക്കല്ല, അതിനെതിരെ പ്രചരണം നടത്തുന്ന ആളുകൾക്കാണ് ഫോബിയ ഉള്ളത്. അവരുടെ ഉള്ളിലെ രോഗം അവർ മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഇതൊരു സംക്രമ രോഗം, ഒരു ഇൻഫെക്ഷസ് ഡിസീസായിട്ട് കേരളത്തിൽ പരത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ രോഗമുള്ളവർ രോഗമില്ലാത്തവരെ രോഗികളാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഇസ്ലാമോഫോബിയ പ്രചരണം എന്ന് ദയവായി ആദ്യമേ മനസ്സിലാക്കുക. ഇത് ആ വാക്കിൽ തന്നെ ഉള്ളത് ഞാനൊന്ന് വിശദീകരിക്കുന്നു അത്രമാത്രം. രണ്ടാമതായിട്ട്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിൽ 3 മതങ്ങളാണല്ലോ നമുക്കുള്ളത് പ്രധാനമായി. ഏറ്റവും കൂടുതൽ ഹിന്ദു മതം, പിന്നെ ഇസ്ലാം, പിന്നെ ക്രിസ്തീയ മതം. ഹിന്ദു മതത്തിൽ ദൈവം സത്യമാണ് എന്ന് പറയുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അതിലൊരു പടി മുൻപോട്ട് കടന്ന് ഗാന്ധി പറഞ്ഞു, സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സത്യത്തെ ഏതെങ്കിലും വിധത്തിൽ വളച്ചൊടിക്കുന്നവൻ, സത്യത്തെ ഏതെങ്കിലും വിധത്തിൽ വികൃതപ്പെടുത്തുന്നവൻ ദൈവത്തെ അറിയുന്നവനല്ല. ഇപ്പം രാമക്ഷേത്രം പണിതപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷിച്ചു, അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിലെ ഹിന്ദുക്കൾ മുഴുവനും ഈ രാമൻ പ്രതിനിധാനം ചെയ്യുന്ന നീതിബോധം, റൈച്ചിയസ്നെസ്, മര്യാദ പുരുഷോത്തം എന്ന് പറഞ്ഞാൽ, മര്യാദ എന്ന് പറഞ്ഞാൽ ലിമിറ്റിൽ നിന്ന് പ്രവർത്തിക്കുന്നവൻ. ലിമിറ്റ്, അതിൽ കടന്ന് ലക്കിൽ ലഗാനുമില്ല, കുടിച്ചു കഴിഞ്ഞാൽ ലക്കിൽ ലഗാനുമില്ല, അത് വിളിച്ച് പറയത്തില്ലേ, അതുപോലെ പ്രവർത്തിക്കുന്നവനല്ല. എല്ലാറ്റിനും അതിൻ്റേതായ അതിരുണ്ട്, അതിൻ്റെ ലിമിറ്റുണ്ട്. സത്യമെന്ന് പറയുന്ന ഒരു ലിമിറ്റാണ്. ഇന്നത് പറയണം, ഇന്നത് പറഞ്ഞുകൂടാ, ഇന്നത് യാഥാർത്ഥ്യമാണ്, ഇന്നത് യാഥാർത്ഥ്യമല്ല എന്നൊരു ലിമിറ്റ് സത്യത്തോടുള്ള ആ പ്രതിപത്തിയിലുണ്ട്. അപ്പോൾ ഒരു ഹിന്ദുവായ വ്യക്തി, ആരുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളൊരു വ്യക്തി സത്യം അറിയുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു നിലപാടെടുക്കാൻ. ഞാൻ ദയവായി എളിമയോടെ ഇവരോടും ചോദിക്കട്ടെ, എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ഇസ്ലാം മതത്തെപ്പറ്റി എന്തറിയാം? ഇസ്ലാം മതത്തെപ്പറ്റി എന്തറിയാം? നബി തിരുമേനിയെപ്പറ്റി എന്തറിയാം? അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനത്തെപ്പറ്റി എന്തറിയാം? പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അതായത് കുറ്റം കാണാനായി മാത്രം ഒരു വ്യക്തിയെ കാണുകയോ ഒരു മതപാരമ്പര്യം പരിശോധിക്കുകയോ ചെയ്താൽ അതിൽ ഇരുട്ടും അന്ധകാരവും അക്രമവും മാത്രമേ കാണുകയുള്ളൂ. അതിൽ വെളിച്ചം കണ്ടാൽ നാം നെട്ടിപ്പോകും, അത് കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിച്ച് നടന്നു പോകും. അത് ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ഇപ്പം എനിക്ക് വേദപുസ്തകത്തെ പരിചയമുണ്ട്, അതിൻ്റെ പഴയ നിയമത്തിലൊക്കെയുള്ള പല ഭാഗങ്ങൾ കണ്ടാൽ ഞാൻ ഞെട്ടി വിറച്ചു പോകും, നാണിച്ച് ചിലപ്പോൾ തല താഴ്ത്തി പോകും. പക്ഷെ അതൊക്കെ ഒരു സമൂഹം നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നടന്നു വന്ന വഴികളെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളെ അതിജീവിച്ച് തരണം ചെയ്തതാണല്ലോ നാം ഇവിടെ എത്തിയത്. അതുകൊണ്ട് 3000 വർഷങ്ങൾക്ക് മുൻപ് ഒരു എല്ലാം തികഞ്ഞ ഒരു വ്യവസ്ഥിതിയെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലവിധമായ പോരായ്മകൾ, ലജ്ജിപ്പിക്കുന്ന പല അനുഭവങ്ങൾ അവയിൽ കൂടെ കടന്നു പോയിട്ടാണ് നാം. വ്യക്തിപരമായി പോലും അങ്ങനെയാണല്ലോ, ചെറുപ്പത്തിൽ എത്രയോ തവണ വീണിട്ടാണ് നടക്കാൻ പഠിച്ചത്. എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടാണ്, തെറ്റ് അല്പമെങ്കിലും കുറച്ച് മെച്ചമായി ഒന്ന് എഴുതാനോ വായിക്കാനോ എന്തെങ്കിലും പറയാനോ ഒരു നിലപാടെടുക്കാനോ ഒക്കെ നാം പഠിച്ചത്.
അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകളെ മാത്രം പെറുക്കിയെടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നവൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രോഗിയാണ്. ഇസ്ലാമോഫോബിയ രോഗിയാണ്. അവൻ്റെ രോഗം മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ടുള്ള ശ്രമമാണ്. അവനെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോൾ സത്യത്തോട് നമുക്ക് പ്രതിപത്തി ഉണ്ടായെങ്കിൽ, സത്യത്തിൻ്റെ ഒരു സ്വഭാവം ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ തിന്മ കാണുക മാത്രമല്ല, അതിൽ നന്മ കാണാൻ സാധിക്കും. ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, എനിക്ക് മുസ്ലിം സമുദായത്തെ അല്പം പരിചയമുണ്ട്. ഞാൻ 30-35 വർഷം ഇൻ്റർ റിലീജിയസ് മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അനേക മുസ്ലിങ്ങളോട് എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. മാത്രവുമല്ല 42 വർഷം ഒരു അധ്യാപകനായി ജോലി ചെയ്ത് അനേക മുസ്ലിം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തീയ കുട്ടികളെക്കാൾ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, സ്നേഹവും മര്യാദയും ആദരവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പഠിപ്പിച്ച മുസ്ലിം സ്റ്റുഡൻസിൽ നിന്നാണ്. യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നാം ദൂരെ നിന്ന് പ്രാപിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞ് കേൾക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ വിഴുങ്ങിയിട്ട് അത് മാത്രമാണ് സത്യത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് വിചാരിച്ച് അത് പിന്നെ എല്ലായിടത്തും വിളമ്പി നടക്കുമ്പോൾ നമുക്ക് തന്നെ അപമാനം ആയിത്തീരുന്നു എന്നാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേദപുസ്തകം തന്നെ പറയുന്നത്, നിൻ്റെ അയൽക്കാരനെ പറ്റി നീ കള്ളസാക്ഷ്യം പറയരുത്. 10 കൽപ്പനകൾ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് അഗെൻസ്റ്റ് യുവർ നെയ്ബേഴ്സ്. നമ്മളത് തന്നെയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ പരത്തുന്ന ഏവരും അവരാശ്രയിക്കുന്നത് സത്യത്തെയല്ല അസത്യത്തെ മാത്രമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഖുറാനിൽ എല്ലാ ഭാഗങ്ങളും നല്ലതാണെന്നും മുസ്ലിങ്ങൾ എല്ലാവരും സമാധാനത്തിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിക്കുന്നവരാണെന്നും അവരിൽ ആരും ലഹരി മരുന്ന് വിൽക്കുന്നില്ല എന്നും അവർ ഒരു യുവാവ് പോലും ക്രിസ്ത്യൻ പെൺകുട്ടികളെ സ്നേഹിക്കുന്നില്ല എന്നും അല്ല ഞാനീ പറയുന്നത്. എല്ലാ സമുദായങ്ങളുടെയും സമൂഹങ്ങളുടെയും മധ്യത്തിൽ അഴുക്ക് മീനുകളുണ്ട്, നാറുന്ന മീനുകളുണ്ട്. ഈ സമയത്ത് ഓർമ്മ വരുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ തലയെടുപ്പുണ്ടായിരുന്ന ഡോക്ടർ ജോൺസൺ, 18th century, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫറായിരുന്ന ബോസ്വെൽ. അപ്പോൾ ഡോക്ടർ ജോൺസൺ രാഷ്ട്രീയമായ വലിയ എരിവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ടോറി. അപ്പോൾ ടോറീസും വിഗ്സും 2 പാർട്ടി, ടോറീസ് ആൻഡ് വിഗ്സ്. അപ്പോൾ ഡോക്ടർ ജോൺസന് വിഗ്സ് പാർട്ടി, WHIGS വിഗ്സ് പാർട്ടിയിലുള്ള ആരെങ്കിലും കണ്ട ദേഷ്യമാണ്. അപ്പോൾ ബോസ്വെലും ഡോക്ടർ ജോൺസണും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സന്ദർശിച്ചപ്പോൾ ബോസ്വെൽ പറഞ്ഞു, സർ ഹീ ഈസ് എ വിഗ്. അത് അവിടെ ഒരു വിഗ് പാർട്ടിയിൽ എടുത്താണ്ട് അവൻ നിൽക്കുന്ന വിഗാണെന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ ജോൺസൺ പറഞ്ഞു, സർ ദർ ആർ റാസ്കൽസ് എവ്രിവെയർ. എല്ലാ പാർട്ടിയിലും റാസ്കൽസ് ഉണ്ട്. ഇതാണ് അതിനകത്തെ കാര്യം. പക്ഷെ അത് നാം ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ സമൂഹത്തിലുള്ള, ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലുള്ള എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അയ്യോ അത് വലിയ മലത് കടന്ന് തുപ്പരുതെന്ന് പറയും. മറ്റുള്ളവരെ പറ്റി തെറ്റ് മാത്രം അന്വേഷിച്ച് നടന്നാൽ അവന് കൈയടി കൊടുക്കും. ഇത് നമ്മുടെ പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും വേറൊരു ചിന്ത കൂടെ, ലളിതമായ ചിന്ത, എല്ലാ ചിന്തകളും ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഒരേ ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. നമുക്ക് ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി സമ്മതിക്കാം, ഇസ്ലാം വിശ്വാസികളെല്ലാവരും അപകടകാരികളാണ്. ഇപ്പോൾ നമ്മുടെ പൂഞ്ഞാർ കേശവൻ എന്നൊക്കെ പറയുന്ന വലിയ നാവിൻ്റെ ഉടമസ്ഥനായ PC ജോർജ് പറഞ്ഞു, മുസ്ലിങ്ങൾ കേരളം മുഴുവൻ കരിച്ച് കരയാനുള്ള വെടിമരുന്നും കൊണ്ടാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഏതടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. പാറ പൊട്ടിക്കാനായിട്ട് ശാലം വെടിമരുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, പോട്ടെ, സാരമില്ല. അങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട് നിർബന്ധിതനാണ്. അപ്പോൾ നമുക്ക് സമ്മതിക്കാം മുസ്ലിങ്ങൾ മുഴുവനും ഭീകരന്മാരാണ്. അവരെ വേണ്ടതുപോലെ ശരിപ്പെടുത്തിയില്ലെങ്കിൽ ഈ കേരളം അവർ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കും എന്ന് വിചാരിക്കും. എനിക്ക് ചോദിക്കാം, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്, ഞാൻ മുസ്ലിമല്ല, ഞാൻ ക്രിസ്ത്യനാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കടന്നു ചെന്ന് യേശുവിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഞാനീ പറയുന്നത്.
കടന്നു ചെന്ന് അന്യരെ സ്നേഹിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഉള്ളിൽ വെളിച്ചം ഉദിക്കത്തക്കവണ്ണം ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. മറ്റുള്ളവൻ്റെ കുറ്റമന്വേഷിച്ച് നടക്കുന്നവനല്ല. എന്നാൽ അതേ സമയം തന്നെ നിൻ്റെ കുറ്റം നീ കണ്ടുപിടിക്കണം. യേശു പറഞ്ഞതെന്താണ്? മറ്റുള്ളവൻ്റെ കണ്ണിലെ കരെടുക്കുന്നതിന് പകരം നിൻ്റെ കണ്ണിലെ കോല്, നിൻ്റെ സമൂഹത്തിൻ്റെ കണ്ണിലെ കോല് കാണാൻ കഴിയണം. നമ്മൾ നേരെ മറിച്ചാണ്. നമ്മുടെ കണ്ണിലെ കോല് മുഴുവൻ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കരട് പെറുക്കാനായിട്ട് നടക്കുക. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറിങ്ങാട്ട് പറഞ്ഞു, ഞങ്ങളുടെ പെൺകുട്ടികളെയെല്ലാം മുസ്ലിം യുവാക്കന്മാർ പ്രേമിച്ച് അല്ലെ പ്രേമം നടിച്ച് വശീകരിച്ച് കൊണ്ടുപോയി ഭീകരന്മാർക്ക് കാഴ്ചവെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വിചാരിക്കാം അതുകൊണ്ട് ഒരു കാര്യമുള്ളത്, മുസ്ലിം സമുദായത്തിലെ എല്ലാ ആൺകുട്ടികളും വഴിവഴിച്ചു പോയി, അവർ ഭീകരന്മാരാണ്, അവരിൽ ഒരുത്തൻ പോലും സതുദ്ദേശമുള്ളവരല്ല, നമ്മുടെ പെൺകുട്ടികളുമല്ല അവർ കൈവച്ചിരിക്കുകയാണ്, കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന പോലെ മുസ്ലിം യുവാക്കന്മാരുടെ കണ്ണ് കത്തോലിക്ക കോഴിക്കൂട്ടിലാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ആ ഒരു അവസ്ഥയ്ക്ക് അല്പം ഒരു എന്താ പറയുക, ഒരു മാറ്റം വരുന്നതിന്, അതൊന്ന് നന്നാക്കിയെടുക്കുന്നതിന് എന്തെങ്കിലും ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നാം കടന്നു ചെന്ന് മുസ്ലിം സമുദായത്തിന്, അതിലുള്ള ആളുകൾക്ക് കൂടുതൽ ആത്മീയമായ വെളിച്ചവും പ്രബോധനവും നൽകുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു ഇടപെടൽ നാം നടത്തിയിട്ടുണ്ട്. നമ്മുടെ നന്മ, അവരെക്കാൾ നന്മ നമുക്ക് കൂടുതലുണ്ടല്ലോ, നമ്മുടെ നന്മ അല്പം ഒന്ന് പകർന്നു കൊടുക്കാൻ, കട്ടൻ കാപ്പി പോലെ ഒന്ന് ശകലം ഒന്ന് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കാം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഇങ്ങനെയുള്ള ന്യൂനതകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അപകടങ്ങളുണ്ട് തിരിച്ചറിഞ്ഞ് അത് ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് തികച്ചും ശരിയല്ല. അതിൽ നമുക്ക് വിടുതൽ ലഭിക്കണം. അങ്ങനെ വിടുതൽ അവർക്ക് ലഭിക്കണമെന്ന് അവർക്ക് സ്വയമേ തോന്നാൻ സാധ്യമല്ല. കാരണം അവരിങ്ങനെ അധപ്പതിച്ചവരാണ്. ഞങ്ങളോ മേൽത്തരം ആയ അവസ്ഥയിൽ. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അവർക്കത് തിരിച്ചറിവില്ല. വകതിരിവില്ലാത്ത ആളുകൾ, വിവേകമില്ലാത്ത ആളുകൾ. അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് കടന്നു ചെന്ന് അവർക്ക് വെളിച്ചമുണ്ടാകത്തക്കവണ്ണം ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ചരിത്രം കാണിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എവിടെയൊക്കെ അന്ധകാരം സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അവിടെയൊക്കെ നിങ്ങളുടെ വെളിച്ചം പകരുവീൻ. അതിന് പകരം നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മുടെ അന്ധകാരം അവിടെ കൊണ്ട് നമ്മളും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കത്തുന്ന ഒരു കുടില്, അതിൽ താമസിക്കുന്ന ആളുകളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പെട്രോൾ ഒഴിച്ചിട്ടാണ്. അത്രയ്ക്കുള്ള വിവേകമേ എന്ന് ക്രിസ്ത്യാനിക്കുള്ളൂ എന്നത് സങ്കടത്തോടും ലജ്ജയോടും കൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഹിന്ദു മതത്തിലുള്ള ആളുകൾ അവർ ചിന്തിക്കട്ടെ. എനിക്ക് അവരെപ്പറ്റി യാതൊരു ചുമതല ബോധവുമില്ല. കാരണം ഈ കാലത്ത് അത് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആകെപ്പാടെയുള്ള ദൗത്യം, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിൽ എന്തെങ്കിലും അക്രമത്തിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ പ്രവൃത്തിയുണ്ടെങ്കിൽ, എന്തെങ്കിലും ധാർമ്മികമായ അഴുക്ക് ചാലുകൾ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ, കച്ചട വർദ്ധിക്കുന്നുവെങ്കിൽ അത് ശുചിയാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സമൂഹങ്ങളെപ്പറ്റി അധികമൊന്നും പരാമർശിക്കാത്തത്. എന്നാൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം അതിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ കടവുകൾ 100% ഉപേക്ഷിച്ച് തികച്ചും പൈശാചികമായി പ്രവർത്തിക്കുമ്പോൾ, അത് രാഷ്ട്രീയമായ പ്രേരണയിൽ കൂടെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ അപകടകരമാകുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവിടെ എനിക്ക് നിശബ്ദത പാലിപ്പാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഈ ഒരു കാര്യം കൂടെ പറയാൻ സൂചിപ്പിക്കാം, ഉപസംഹരിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഇപ്രകാരം വർഗീയതയുടെ വിഷം കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കുറച്ചങ്ങോട്ട് കണ്ണയച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അബുദാബി പോലെയൊരു സ്ഥലത്ത്, മുസ്ലിങ്ങളുടെ രാജ്യമാണല്ലോ, അവിടെ വലിയ മനോഹരമായ, കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നുന്ന വലിയ ഒരു അമ്പലം, ഹിന്ദു അമ്പലം. അവിടെ അത് സന്ദർശിക്കാൻ ആരാണ് വരുന്നത്? അവിടുത്തെ അമീറാണ് വരുന്നത്. അദ്ദേഹം അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ പ്രസംഗിക്കുകയാണ്.
അങ്ങനെയുള്ള ആളുകൾ അവിടെ ആരാധിക്കുന്നത് കൊണ്ട് ആ രാജ്യത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഒരു മുസ്ലിം അല്ലേ? ഭാരതത്തിൽ അങ്ങനെ ഒരു മുസ്ലിം ദേവാലയം പണിതാൽ അവിടെ പോയി പ്രസംഗിക്കാൻ, അവിടെ നന്മയെ അംഗീകരിപ്പാൻ ധൈര്യമുള്ള, സ്വാതന്ത്ര്യമുള്ള എത്ര ഹിന്ദു രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇസ്ലാമോഫോബിയ പരത്താനല്ലാതെ പിന്നെ മറ്റുള്ളവരിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് പറയാൻ എന്തിനാണ് ഈ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു മതത്തെ അപേക്ഷിച്ചും എൻ്റെ മതത്തെ അപേക്ഷിച്ചും ഞാൻ പറയുന്നു, പരസ്പരം കരുതലിൻ്റെ സംസ്കാരം ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളുടെ മധ്യത്തിൽ തന്നെയാണ്. മുസ്ലിങ്ങൾ ആരെങ്കിലും തെണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിങ്ങൾ എത്ര പേർ അവിടെ അപ്പനെയും അമ്മയും അല്ലെ വല്യപ്പനെയും അനാഥാലയത്തിൽ കൊണ്ട് തള്ളുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അക്രമമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കരുതലിൻ്റെ സംസ്കാരം മറ്റ് രണ്ട് സമൂഹങ്ങളെക്കാൾ കൂടുതൽ ഇന്നും മുസ്ലിങ്ങളുടെ ഇടയിലാണെന്നുള്ളതാണ് എൻ്റെ വസ്തുത. എന്നാൽ അതേസമയം തന്നെ അതുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിംസ് മതവിശ്വാസികൾക്കുള്ളൊരു വലിയ പ്രശ്നം അവിടെ മതനേതൃത്വം വേണ്ടത്ര കാര്യക്ഷമമായി ആത്മീയമായ പക്വതയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. കേരളത്തിൽ കുറച്ചുകൂടെ മെച്ചമാണ്, വടക്കിന്ത്യയിലോട്ടൊക്കെ പോയാൽ വളരെ പരിതാപകരമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്കും അവിടെ നന്മയ്ക്കും ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഒന്നവിടെ നേതൃത്വം തന്നെയാണ്. ഒരു പുരോഗാത്മകമായ ചിന്താഗതിയിലേക്ക്, കാഴ്ചപ്പാടിലേക്ക്, സംസ്കാരത്തിലേക്ക് ആ സമൂഹത്തെ വഴി നടത്താൻ പര്യാപ്തമായ ഒരു നേതൃത്വമില്ല. അതിപ്പോൾ ക്രിസ്തു വിശ്വാസികളുടെ ഇടയിലുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പൊതുവായ അധപ്പതനത്തിൻ്റെ ഒരു ഭാഗമാണ്. സർ സയ്യദ് അലി അലിഗഡ് മൂവ്മെൻറ്റ് കൊണ്ടപ്പോൾ അതിനെ ഏറ്റവും നിശിതമായി എതിർത്തത് മുസ്ലിം മുള്ളകളാണ്. ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കും എക്കാലത്തും വിലങ്ങുതടിയായി നിൽക്കുന്നത് മുസ്ലിം മത നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് സാധാരണ മുസ്ലിം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിയ പരത്തരുത് എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഈ അവജ്ഞയുടെ എരുത്തിൽ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ വിമർശനാത്മകമായി കാണുകയും അതിൻ്റെ അനാരോഗ്യപരമായ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഭാരതത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനിയുള്ള നാളുകളിൽ സാമാന്യമായി ആത്മധൈര്യത്തോടെ, ആത്മാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർ പൂർവാധികമായി പുരോഗമനത്തിൻ്റെ വഴിയിലേക്ക് വരണം. ഇത് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഞാൻ 9 വർഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കഴിയുന്നത്രയും കഴിവുള്ള മുസ്ലിം കുട്ടികളെ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുക. എന്നേക്കാൾ അതിനുവേണ്ടി ശ്രമിച്ച ഒരു പ്രിൻസിപ്പലും കോളേജിൻ്റെ മുൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ആ 9 വർഷത്തെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഭാരതത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഉറുദു പഠിക്കുന്ന കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ മാത്രമാണ്. എന്തിനാണ് ചെയ്തത്? 2 കാരണമാണ്. ഒന്ന്, മുസ്ലിം സമുദായത്തിലുള്ള അനേകം കുട്ടികൾ, പ്രത്യേകിച്ച് കാശ്മീരിലുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടതുപോലെയുള്ള അവസരം ലഭിക്കാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവർക്ക് അവസരം കൊടുത്താൽ ഒരു വലിയ ആവേശത്തോടുകൂടി അതിനെ പ്രയോജനപ്പെടുത്തുകയും അതുകൊണ്ട് കോളേജിനും അതുകൊണ്ട് ഗുണമുണ്ടാകും. അത് തന്നെ സംഭവിച്ചു. എത്രയോ അത്ഭുതകരമായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് കാശ്മീരിൽ നിന്ന് കിട്ടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളില്ലേ മറ്റ് മതത്തിൽ നിന്നുള്ള കുട്ടികൾ, ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും സർദാർജിമാരാണെങ്കിലും ജൈനന്മാരാണെങ്കിലും അവർക്ക് മുസ്ലിം കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് അനുഭവിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇവരെപ്പറ്റി പറയുന്ന കള്ളത്തരം അവരും വിഴുങ്ങത്തില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സത്യത്തിൻ്റെ പേരിൽ ഞാൻ കാലുപിടിച്ച് നിങ്ങളോട് പറയുന്നത്, ഇസ്ലാമോഫോബിയയുടെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ നടത്തുന്ന പ്രചരണം 100% അസത്യത്തെ ആശ്രയിച്ചാണ്. ആ അസത്യം
നമ്മുടെ സമൂഹത്തെ ഇത്രമാത്രം കൂടുതൽ സ്വാധീനിക്കുന്നതിൻ്റെ ഏക കാരണം നമുക്കാർക്കും ഇസ്ലാം മതത്തെയോ ആ മതത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെയോ അതിൻ്റെ സംസ്കാരത്തെയോ അല്പം പോലും അറിയില്ല എന്നത് തന്നെയാണ്. നമുക്ക് യാതൊരു അനുഭവവുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിച്ച് നിൽക്കുകയാണ്. അറിവില്ലാത്ത അജ്ഞതയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ PC ജോർജ്. അദ്ദേഹം മുസ്ലിങ്ങളുടെ സപ്പോർട്ടിൽ ജയിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ മുസ്ലിങ്ങൾ കേരളത്തിലെ ഏറ്റവും നല്ല ആളുകളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വാ തുറന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റും. കാരണം എന്താണ്? ഒരു വ്യക്തിയുടെ വൈരാഗ്യമാണ്. അപ്പോൾ ഇസ്ലാം മതം അങ്ങനെ ആയതുകൊണ്ടോ അതിൻ്റെ അനുയായികൾ ഇങ്ങനെ ആയിട്ടും അല്ല. PC ജോർജ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയമായ കൊതി, അതിനനുസരിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പൂഞ്ഞാറ്റിലെ മുസ്ലിങ്ങൾ നൃത്തം ചവിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അപലപിക്കും, നിങ്ങളെ താറടിക്കും, നിങ്ങൾക്കെതിരെ ഇസ്ലാമോഫോബിയ അഴിച്ചുവിടും, ഇത്രയുള്ള ഇതിനകത്തെ കാര്യം. അത് PC ജോർജിൻ്റെ അജണ്ടയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകാൻ. നമുക്കെന്താണ് ഗുണം? ഈ അസത്യത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് നടന്നിട്ട് നിങ്ങൾക്കും എനിക്കും എന്ത് കിട്ടാനാണ്? നമ്മുടെ മനസ്സിൽ വിഷം കൊണ്ട് നടന്നിട്ട് നാം എന്ത് പ്രാപിപ്പാനാണ്? അസത്യത്തെ പേറിക്കൊണ്ട് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപമാനമാണ്. അതിനേക്കാൾ വലിയ അധപ്പതനമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ന്യായമായ അതൃപ്തിയോ സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച് വസ്തുതാപരമായ അവസ്ഥ കണ്ടെത്തി അതിൽ ആസ്പദമാക്കി നിങ്ങളുടേതായ നിലപാടെടുത്താൽ ഞാനതിനെ മാനിക്കും. അല്ലാതെ കേൾവി കൊണ്ട് പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ട് ചിലരുടെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ വിധം നോക്കിയിട്ട് ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് സാമാന്യ മര്യാദ, സാമാന്യ വിദ്യാഭ്യാസം, സാമാന്യ ബോധമുള്ളവർക്ക് പറ്റിയതല്ല എന്ന് മാത്രവുമല്ല, ഇതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് ഗണ്യമായ അപകടവും അപമാനവും മാത്രമേ വരുത്തി വെക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് യാതൊരു നേട്ടവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. നാം അപകടം വിളിച്ച് വരുത്തുകയാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ ഭ്രാന്ത് പിടിച്ച പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയും സത്യത്തെ അന്വേഷിക്കുന്ന അഭിമാനപൂരിതമായ ഒരു വ്യക്തിത്വം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.